ഹലോ സുഹൃത്തുക്കളെ, ഇപ്പം ഞാനുള്ളത് തെലുങ്കാനയിലാണ്. തെലുങ്കാനയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗുഹാക്ഷേത്രമാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ ഈ ഒരു ക്ഷേത്രം ഗുഹാക്ഷേത്രമാണെന്ന് ഒരിക്കലും തോന്നില്ല. കാരണം ഇതൊരു മലയുടെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. അതുമാത്രമല്ല, ഈ ക്ഷേത്രം ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ക്ഷേത്രമാണ്. അതായത് പുതിയ മോഡലിൽ ഉണ്ടാക്കിയിട്ടുള്ള ക്ഷേത്രം. സത്യത്തിൽ ഒരു വളരെ കൊത്തുപണികളോടൊക്കെ കൂടിയിട്ടുള്ള നമ്മളെ പഴഞ്ചൻ രീതിയിലൊക്കെ ഉള്ള ക്ഷേത്രം കാണിച്ചാലും ഇതിപ്പോൾ അടുത്ത കാലത്താണ് ഇങ്ങനത്തെ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്ഷേത്രം. പിന്നെ അതുമാത്രമല്ല, ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ് നമുക്കൊരു ഗുഹയുടെ ഉള്ളിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠകളൊക്കെ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠ ഉണ്ട്, അതേമാതിരി ലക്ഷ്മി നാരായണസ്വാമിയുടെ പ്രതിഷ്ഠ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് നരസിംഹ ലക്ഷ്മി നാരായണസ്വാമി ക്ഷേത്രം എന്നാണ് ഈ ഒരു ക്ഷേത്രത്തിന് പറയുക. മാത്രമല്ല, ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചുള്ള അതിൻ്റെ ഉള്ളിലുള്ള പ്രതിഷ്ഠകളൊക്കെ നമ്മൾ മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ പ്രതിഷ്ഠകളൊക്കെ ഉള്ളത്. കാരണം വെച്ചെങ്കിൽ വലിയൊരു ഹാളാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ. ആ ഹാളിൻ്റെ ഓരോ സൈഡിലും ഓരോ പ്രതിഷ്ഠകളായിട്ടാണ്. അതേമാതിരി ഈ ഹാളിലേക്ക് മുഖമായിട്ട് ഈ ഗുഹയുടെ ഉള്ളിൽ നമ്മളെ നരസിംഹമൂർത്തിയുടെ പ്രതിമയും അതേമാതിരി ലക്ഷ്മി നാരായണസ്വാമിയുടെ പ്രതിമയൊക്കെ ഉണ്ട്. അതുമാത്രമല്ല, ഈ ഹാളിൻ്റെ ഓരോ സൈഡിലായിട്ടും നമുക്ക് ഈ ഹാളിൽ നിന്ന് ദർശിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഇവിടുത്തെ മറ്റുള്ള ഉപദൈവങ്ങളുടെ ഉപപ്രതിഷ്ഠകളുടെയൊക്കെ വിഗ്രഹങ്ങളുള്ളത്. ഈ ക്ഷേത്രത്തിൽ ഒരുപാട് കുരങ്ങന്മാരും മയിലുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതുമാത്രമല്ല, വിശാലമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് എത്തണം വെച്ചെങ്കിൽ ഒരുപാട് പടികൾ കയറി വരണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വയസ്സായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് ബുദ്ധിമുട്ട് തന്നെയാണ്. അല്ലെങ്കിൽ കാലിന് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ കയറി വരാൻ കുറച്ചൊരു പ്രയാസമാണ്. പക്ഷേ ഇവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അതിൻ്റെ താഴത്ത് ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ അമ്പലത്തിൻ്റെ മുകളിലേക്ക് ഫ്രീ ആയിട്ട് ബസ് ഷട്ടൽ സർവീസ് നടത്തുന്നുണ്ട്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ശരിക്കുള്ള എൻട്രൻസ് എന്ന് പറഞ്ഞത് ഈ കാണുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പോൾ പുറത്തേക്ക് വരാനേ പറ്റുള്ളൂ. അകത്തേക്ക് വരണം വെച്ചെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ കൂടെ വേറെ വഴിയുണ്ട്. ആ വഴി കൂടെ വന്നിട്ട് അവർ നമ്മളെ ബോഡി ചെക്കപ്പും കാര്യങ്ങളൊക്കെ അല്ലേ, എയർപോർട്ടിലൊക്കെ പോകണ മാതിരി നമ്മൾ ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ. കാരണം വെച്ചെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വളരെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. കാരണം ഗോൾഡഡ് പ്ലേറ്റഡ് അല്ലെങ്കിൽ ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വിഗ്രഹങ്ങളും ക്ഷേത്രങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് നമ്മളെ കറക്റ്റായിട്ട് ചെക്കപ്പ് ചെയ്തതിൻ്റെ ശേഷമേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഏകദേശം വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ വളരെ ദീപപ്രഭയിൽ അല്ലെങ്കിൽ അങ്ങനെ ലൈറ്റിൽ കുളിച്ചിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ വന്നപ്പോൾ കണ്ടിട്ടുള്ളത്. കണ്ടാ, ഇതിൻ്റെ താഴത്തേക്ക് നോക്കിയാലും കണ്ട വളരെ മനോഹരമായിട്ട് ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ള അവിടുത്തെ ഇതിൻ്റെ ഓഫീസുകളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ അതേമാതിരി തന്നെ ഇതിൻ്റെ അകലെ നമുക്ക് വലിയൊരു കുളം കാണാൻ പറ്റും. അതും ഞാൻ കാണിച്ചു തരാം. കണ്ടാ, ആ കാണുന്നതാണ് ആ കുളം. പക്ഷേ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇപ്പോൾ രാത്രിയായ കാരണം അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വളരെ മനോഹരമായിട്ട് വലിയൊരു കുളമുണ്ട്. പിന്നെ ഇതിൻ്റെ ചുറ്റമൊക്കെ വളരെ മനോഹരമായിട്ട് എന്താ പറയുക, തോട്ടവും കാര്യങ്ങളൊക്കെ പിടിച്ചുള്ള വഴികളൊക്കെ ഉള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് ഈ കാണുന്നത്. ഈ ക്ഷേത്രത്തിൽ നമ്മളെ തിരുപ്പതിയിലെ പോലെ തന്നെയാണ് വലിയ വഴിപാട് ലഡുവൊക്കെ തന്നെയാണ്. പിന്നെ അതുമാത്രമല്ല, നമ്മൾ തിരുപ്പതി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒരു 120 കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഈ ഒരു ക്ഷേത്രത്തിൽ എത്തിപ്പെടാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് തിരുപ്പതി വരുന്ന ആൾക്കാർക്ക് വളരെ വേഗം ഇവിടെ എത്തിപ്പെടാൻ പറ്റും. പിന്നെ അതുമാത്രമല്ല, വഴികളും റോഡുകളൊക്കെ വളരെ വലിയ നല്ല റോഡുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് എത്താനുള്ളത്. പിന്നെ ഈ ക്ഷേത്രത്തിലേക്ക് പ്രത്യേകിച്ച് ഒരു ഡ്രസ് കോഡും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരാം. അതുമാത്രമല്ല, പിന്നെ നമ്മൾ കയറുന്ന സ്ഥലത്ത് തന്നെ നമ്മളെ ഈ മൊബൈലും കാര്യങ്ങളൊക്കെ അവിടെ മേടിച്ച് വയ്ക്കുക. അല്ലെങ്കിൽ അവിടെ നമുക്ക് സൂക്ഷിക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ അത് കൊടുത്തിട്ട് വേണം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറി വരാൻ. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങിയിട്ട് പുറത്ത് വന്നിട്ട് രണ്ടാമത് നമ്മൾ ഇതിൻ്റെ പുറത്ത് കൂടെ പോയിട്ട് വേണമെച്ചാൽ മൊബൈലോ ക്യാമറയൊക്കെ മേടിച്ചോണ്ടെന്ന് നമുക്ക് വീഡിയോ എടുക്കാം. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് യാതൊരു കാരണവശാലും വീഡിയോ ക്യാമറയോ കാര്യങ്ങളോ ഒന്നും അലൗഡ് അല്ല. ഇതിന് പുറത്തായിട്ട് കണ്ടാവും ഒരു ഹോമൊക്കെ നടക്കുന്നുണ്ട്, വലിയ പ്രാർത്ഥനയും ജപമൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ അമ്പലത്തിൻ്റെ മറ്റൊരു സൈഡിൽ നമ്മളെ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ഉള്ള മാതിരി സ്ഥിരമായിട്ടുള്ള സ്റ്റേജും അതിൻ്റെ ഉള്ളിൽ ഡാൻസും പാട്ടുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ക്ഷേത്രമുള്ളത് യാതിരിക്കുട്ട എന്ന് പറഞ്ഞിട്ട് തെലുങ്കാനയിലുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. നരസിംഹ ലക്ഷ്മി നാരായണസ്വാമി ക്ഷേത്രമാണ്. അതായത് നരസിംഹൻ്റെ പ്രതിമ ഉണ്ട്,
പ്രതിഷ്ഠ ഉണ്ട്. അതേമാതിരി ലക്ഷ്മി നാരായണൻ്റെ പ്രതിഷ്ഠ ഉണ്ട്. ഒക്കെ ഒരു ഗുഹയുടെ ഉള്ളിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. പക്ഷേ ക്ഷേത്രത്തിന് ചുറ്റും വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ക്ഷേത്രം അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും അല്ല ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠകളൊക്കെ ഉള്ളത്. അത് മറ്റൊരു ക്ഷേത്രത്തിലും ഞാൻ അങ്ങനത്തെ രീതിയിലുള്ള ഒരു പ്രതിഷ്ഠ കണ്ടിട്ടില്ല. എന്ന് മാത്രമല്ല വളരെ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ക്ഷേത്രം. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വീഡിയോ മറ്റുള്ള ക്ഷേത്രങ്ങളെ പോലെ തന്നെ അനുവദനീയമല്ല. അതുകൊണ്ട് അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, കാണിച്ചിട്ടില്ല എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് തെലുങ്കാനയിലെ യാതിരിക്കുട്ട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള നരസിംഹ ലക്ഷ്മി നാരായണസ്വാമി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.